കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് മാണി എന്ന രാഷ്ട്രീയ പാർട്ടി അപ്രസക്തമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിനും അതുപോലെ CPM-നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. CPM പുറത്താക്കിയ ബിനു പുളിക്കണ്ടത്തിനൊപ്പം പുളിക്കണ്ടം കുടുംബത്തിലെ 3 പേരാണ് പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് വിജയിച്ചു കയറിയത്. 47 വർഷത്തിന് ശേഷം പാലാ മുനിസിപ്പാലിറ്റി രൂപീകൃതമായി 47 വർഷത്തിന് ശേഷം ആദ്യമായി കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാതിനിധ്യമില്ലാത്ത ഒരു ഭരണസമിതി വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു. പുളിക്കണ്ടം കുടുംബത്തിലെ 3 കൗൺസിലർമാരെ ചാക്കിട്ട് പിടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇരു രാഷ്ട്രീയ മുന്നണികളും ആരംഭിച്ചിരിക്കുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കോട്ടയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നാശത്തിന്റെ തുടക്കമാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം തുടച്ചു നീക്കപ്പെടാൻ പോകുന്നു എന്ന സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെയും ജോസ് കെ മാണിയുടെയും തട്ടകമായ പാലാ നഗരസഭ ആര് ഭരിക്കുമെന്ന് പുളിക്കക്കണ്ടം കുടുംബം തീരുമാനിക്കും. CPM പുറത്താക്കിയതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച മുൻ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയ ബിനു പുളിക്കക്കണ്ടവും ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും തീരുമാനിക്കും ഇനി പാലാ നഗരസഭയുടെ ഭരണഗതി. ബിനു പുളിക്കക്കണ്ടം തന്റെ സ്ഥിരം വാർഡായ 14-ലും മകൾ ദിയ ബിനു പുളിക്കക്കണ്ടം വനിതാ സംവരണ വാർഡായ 15-ലും സഹോദരൻ ബിജു പുളിക്കക്കണ്ടം 13-ലുമാണ് മത്സരിച്ച് വിജയിച്ചത്. 3 വാർഡിലും CPM-ലെ പ്രമുഖരെ പിന്നിലാക്കിയാണ് മൂവരും മിന്നുന്ന വിജയം കൈവരിച്ചത്. 26 അംഗ നഗരസഭയിൽ ഭരണം പിടിക്കാൻ കേവല ഭൂരിപക്ഷം 14 വേണം. LDF-ന് 12 അംഗങ്ങളാണുള്ളത്. ജോസ് മാണി വിഭാഗത്തിന് 10-ഉം CPM-ന് 2 സ്വതന്ത്രരും. UDF-ൽ കോൺഗ്രസിന് 11 സീറ്റും കോൺഗ്രസ് വിമതന് 1 സീറ്റുമാണുള്ളത്. 2 മുന്നണിക്കും കേവല ഭൂരിപക്ഷത്തിന് ബിനു കുടുംബം കനിയണം. ഇരു മുന്നണികളുടെയും സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ബിനുവുമായി സംസാരിക്കാൻ സമയം ചോദിച്ചിരിക്കുകയാണെന്നാണ് വിവരം. തങ്ങൾ ജയിച്ച 3 വാർഡുകളിലെയും ജനങ്ങളുടെ പൊതുയോഗം ഞായറാഴ്ച ബിനു വിളിച്ചുകൂട്ടിയിരുന്നു. അവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ആരെ പിന്തുണയ്ക്കുമെന്ന് തീരുമാനിക്കുമെന്നാണ് ബിനു കർമ്മ ന്യൂസിനോട് അറിയിച്ചത്. UDF-നാണ് പിന്തുണയെങ്കിൽ പാലാ നഗരസഭ രൂപീകൃതമായി 47 വർഷത്തിനിടെ കേരള കോൺഗ്രസിന് പ്രാതിനിധ്യമില്ലാത്ത ആദ്യത്തെ നഗരസഭാ ഭരണസമിതിയായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ LDF നഗരസഭയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏക CPM അംഗമായിരുന്നു ബിനു പുളിക്കക്കണ്ടം. ജോസ് കെ മാണിയുടെ കടുത്ത വിമർശകനും കണ്ണിലെ കരടുമായിരുന്നു ബിനു. കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ ചെയർമാൻ സ്ഥാനം പങ്കിടുന്നതിൽ CPM-ഉം ഘടകകക്ഷിയായ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസും തമ്മിൽ റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് ആദ്യ 2 വർഷം കേരള കോൺഗ്രസിനും അടുത്ത 1 വർഷം CPM-നും തുടർന്നുള്ള 2 ടേം കേരള കോൺഗ്രസിനും എന്നായിരുന്നു ഇരു പാർട്ടിയും എഴുതി തയ്യാറാക്കിയ കരാർ. CPM ബിനുവിനെയാണ് ചെയർമാനായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേരള കോൺഗ്രസിന്റെ ടേം പൂർത്തിയായി ബിനുവിന്റെ ഊഴം വന്നപ്പോൾ എഗ്രിമെന്റിന് വിരുദ്ധമായി തന്റെ വിമർശകനായ ബിനുവിനെ ചെയർമാനാക്കാനുള്ള CPM നീക്കത്തെ ജോസ് കെ മാണി എതിർത്തു. ഊളം ചിരിയോടെ എതിർപ്പില്ല എന്ന് പുറമെ ഭാവിക്കുകയും ഉള്ളിൽ കടുത്ത വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ജോസ് കെ മാണിയുടെ തനി നിറമാണ് ഇതോടെ പുറത്തു വന്നത്. ബിനുവിനെ ചെയർമാനാക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നും തന്റെ കൗൺസിലർമാർക്ക് എതിർപ്പുണ്ട് എന്നുള്ള മുട്ടുന്യായം നിരത്തിയാണ് ജോസ് കെ മാണി റിട്ടേൺ എഗ്രിമെന്റ് അട്ടിമറിച്ചത്. ജോസ് കെ മാണിയുടെ നിലപാടിന് CPM വഴങ്ങി സ്വതന്ത്ര അംഗത്തെ ചെയർമാനാക്കി. തുടർന്ന് നഗരസഭയിൽ ബിനുവും കേരള കോൺഗ്രസുമായി കടുത്ത പോരാട്ടത്തിലായിരുന്നു. ബിനുവിന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തി തടസ്സപ്പെടുത്തുകയും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ചിരുന്നതായാണ് ബിനുവിന്റെ ആരോപണം. നഗരത്തിലെ പ്രമുഖ സിനിമാ തിയേറ്റർ വർഷങ്ങളായി നികുതി തട്ടിപ്പ് നടത്തുന്നത് ഉൾപ്പെടെ നഗരസഭയിലെ കേരള കോൺഗ്രസിന്റെ പല അഴിമതികളും പുറത്തു കൊണ്ടുവന്നു. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ ബിനു ശക്തമായി വിമർശിച്ചിരുന്നു. അഭയം കൊടുത്തവനോട് CPM കാണിച്ച കാരുണ്യമാണ് രാജ്യസഭാ സീറ്റെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാത്ത രാഷ്ട്രീയക്കാർക്ക് പിൻവാതിലൂടെ സ്ഥാനം കൊടുക്കുന്ന കുറുക്ക് വഴിയിലൂടെ ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് തട്ടിയെടുത്തെന്നുമായിരുന്നു ബിനു സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വിമർശനം. ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് തരപ്പെടുത്തിയെന്നുമായിരുന്നു ബിനു സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വിമർശനം. ഇതിനോടുള്ള പ്രതിഷേധം പിണറായി വിജയനെ ജോസ് കെ മാണി നേരിട്ടറിയിച്ചു. പിണറായിയുടെ ഇടപെടലുണ്ടായി. ഒരന്വേഷണവും നടത്തിയില്ല, ഒരു വിശദീകരണവും ചോദിച്ചില്ല.
പിണറായി നേരിട്ട് ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാന ഘടകകക്ഷി നേതാവിനെ വിമർശിച്ച ബിനുവിനെ CPM പുറത്താക്കി. കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ എഗ്രിമെന്റ് അട്ടിമറിച്ച് തനിക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ജോസ് കെ മാണിയോടും ജോസ് കെ മാണിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തനിക്കെതിരെ നടപടിയെടുത്ത CPMനോടുമുള്ള മധുര പ്രതികാരം കൂടിയാണ് ബിനുവിന്റെയും കുടുംബത്തിന്റെയും മിന്നുന്ന വിജയം. പാലായിൽ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും സൗഹൃദ വലയങ്ങളും ഏറെയുള്ള ബിനു പുളിക്കക്കണ്ടം തുടർച്ചയായ 20 വർഷം കൗൺസിലറാണ്. 4ാം ടേം പൂർത്തിയാക്കി 5ാം ടേമിലേക്ക്. 21-കാരിയായ മകൾ ദിയ ബിനു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കി MBAക്ക് തയ്യാറെടുക്കുകയായിരുന്നു. സഹോദരൻ ബിജു ബിസിനസ് നടത്തുന്നു. രണ്ടുപേരും രാഷ്ട്രീയത്തിൽ പരിചയമുള്ളവരല്ല. ബിനുവിനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് സ്ഥാനാർത്ഥിയാക്കാൻ CPMന്റെ ജില്ലാ കമ്മിറ്റി വരെയുള്ള എല്ലാ ഘടകങ്ങളും ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നു. ഇതിനെ ജോസ് കെ മാണി ശക്തമായി എതിർത്തു. ബിനുവിനെ CPM തിരിച്ചെടുത്ത് മത്സരിപ്പിച്ചാൽ പാലായിൽ സൗഹൃദ മത്സരം നടക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഭീഷണിക്ക് CPM വഴങ്ങി. ഈ സാഹചര്യത്തിലാണ് 3 വാർഡുകളിലും മത്സരിക്കാൻ ബിനു തീരുമാനിച്ചതും മകളെയും സഹോദരനെയും മത്സരരംഗത്തിറക്കിയതും. ജോസ് കെ മാണിയുടെ ഭീഷണിക്ക് വഴങ്ങിയ CPMന് കനത്ത വിലയാണ് നൽകേണ്ടി വന്നിരിക്കുന്നത്. ബിനുവും സഹോദരനും മത്സരിച്ച വാർഡിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിമാരെയും മകൾ മത്സരിച്ച വാർഡിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയുമാണ് തോൽപ്പിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് CPMനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക CPMനുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.